വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ജപ്പാനിലെ ഡെയ്സുക്കി ഹോറി 12 വർഷമായി ദിവസത്തിൽ അരമണിക്കൂർ ഉറങ്ങി. ഇത് തന്റെ ജോലിയുടെ കാര്യക്ഷമതയെ മെച്ചപ്പെടുത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷമായി ഒരു ദിവസം 30 മിനിറ്റ് മാത്രം ഉറങ്ങി ലോകത്തെ ഞെട്ടിച്ച ജപ്പാനീസ് മനുഷ്യനായ ഡെയ്സുക്കി ഹോറീസ് ഇത് കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കാൻ സഹായിച്ചതായി ആ മനുഷ്യൻ പറയുന്നു. ഒപ്റ്റിമൽ ആരോഗ്യം നിലനിർത്താൻ ഒരു മനുഷ്യ ശരീരത്തിന് ഓരോ രാത്രിയും ശരാശരി 6 മുതൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. മാനസികാവസ്ഥ നിയന്ത്രിക്കുന്നതിനും വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഈ ഉറക്കത്തിന്റെ അളവ് നിർണായകമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 12 വർഷമായി ദിനംപ്രതി 30 മിനിറ്റ് മാത്രം ഉറങ്ങാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടെന്നും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാലോ? ഇത് അസാധ്യമാണെന്ന് തോന്നുന്നു, പക്ഷെ ഇത് സത്യമാണ്. പടിഞ്ഞാറൻ ജപ്പാനിൽ നിന്നും 40 വയസ്സുള്ള ഡെയ്സുക്കി ഹോക്കിയെ കണ്ടുമുട്ടുക. ദിവസത്തിൽ 30 മിനിറ്റ് മാത്രം ഉറങ്ങുന്ന പതിവ് പാലിച്ചുകൊണ്ട് പരമ്പരാഗത ജ്ഞാനത്തെ ധരിക്കുന്നു. സൗത്ത് ചൈനയിലെ മോർണിംഗ് പോസ്റ്റിലെ റിപ്പോർട്ട് അനുസരിച്ച് ഹോറി തന്റെ ഉറക്കം ഗണ്യമായി കുറച്ചതുകൊണ്ട് തന്റെ ജീവിതം ഇരട്ടപ്പെടുത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി അത്തരം കുറഞ്ഞ വിശ്രമത്തിൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം തന്റെ ശരീരത്തെയും തലച്ചോറിനെയും പരിശീലിപ്പിച്ചു. ഈ പരിശീലനം തന്റെ പ്രവർത്തനക്ഷമതയെ ഗണ്യമായി വർദ്ധിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വ്യായാമം ചെയ്യുകയോ കാപ്പി കുടിക്കുകയോ പോലുള്ള പ്രത്യേക ശീലങ്ങളാണ് മയക്കം ഒഴിവാക്കാനുള്ള തന്റെ കഴിവിന് കാരണമെന്നും ഹോറി പറയുന്നു. ഉറക്കത്തിന്റെ ഗുണനിലവാര ദൈർഘ്യത്തെക്കാൾ വളരെ പ്രാധാന്യമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ജോലിയിൽ ഉയർന്ന ഏകാഗ്രത ലഭിക്കേണ്ടവർക്ക്. ഉദാഹരണത്തിന് ഡോക്ടർമാരെയും അഗ്നിശമന സേനാംഗങ്ങളെയും പോലുള്ള പ്രൊഫഷണലുകൾക്ക് അവരുടെ ഉറക്കം ഉയർന്ന നിലവാരമുള്ളതാണെങ്കിൽ കുറഞ്ഞ വിശ്രമ കാലയളവുള്ളവർക്ക് എപ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും. ഹോറിയുടെ അസാധാരണമായ ജീവിതശൈലിയിൽ ആകൃഷ്ടനായ ജപ്പാനിലെ യോമ്യൂരി ടിവിയിൽ വിൽ യു ഗോ വിത്ത് മീ എന്ന റിയാലിറ്റി ഷോയ്ക്കായി 3 ദിവസത്തേക്ക് അദ്ദേഹത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. ഷോയിൽ ഹോറി ഉറങ്ങുന്നത് വെറും 26 മിനിറ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം അവൻ ഉണർന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോയി. ജിമ്മിൽ പോകാനുള്ള സമയവും കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലേക്കുള്ള ഈ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുകയും ഉറക്കത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണയെ വെല്ലുവിളിക്കുകയും ചെയ്തു. തന്റെ അൾട്രാ ഷോർട്ട് സ്ലീപ്പർ ദിനചര്യ പരിശീലനത്തിനോടൊപ്പം 2016 അദ്ദേഹം സ്ഥാപിച്ച ജപ്പാൻ ഷോർട്ട് സ്ലീപ്പേഴ്സ് ട്രെയിനിങ് അസോസിയേഷന്റെ സ്ഥാപകൻ കൂടിയാണ് ഹോറി. ഈ സംഘടനയിലൂടെ തന്നെ പോലെ അൾട്രാ ഷോർട്ട് സ്ലീപ്പർമാരെ ആക്കുന്നത് എങ്ങനെയാണെന്ന് 2100-ലധികം വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചു. ഉറക്കം കുറച്ചുകൊണ്ട് ജീവിതം പരമാവധിയാക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഹോറിയുടെ കേസ് തികച്ചും അദ്വിതീയമല്ല. ഉറക്കത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് മറ്റ് ശ്രദ്ധേയരായ വ്യക്തികളുമുണ്ട്. ഉദാഹരണത്തിന് തായ് എൻ ഗോക്ക് എന്ന 80 വയസ്സുള്ള വിയറ്റ്നാമീസ് മനുഷ്യൻ 60 വർഷങ്ങളേറെയായി ഉറങ്ങിയിട്ടെന്ന് അവകാശപ്പെടുന്നു. 1962 ബാധിച്ച പനിയാണ് തന്റെ ആജീവനാന്തര ഉറക്കമില്ലായ്മയ്ക്ക് കാരണമെന്നും എൻ ഹോഗ് പറയുന്നു. ചികിത്സയും ഉറക്ക ഗുളികളുടെ ഉപയോഗത്തിലും പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ലാതെ തുടരുന്നു. കൂടാതെ അദ്ദേഹം ഉറക്കമില്ലാതെ ജീവിക്കുന്നു. ഹോറിയുടെയും എൻ ഹോക്കിന്റെയും കഥകൾ ഉറക്കത്തെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും അതിന്റെ പങ്കിനെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുന്നു. ഈ കേസുകൾ സാധാരണവും എല്ലാവർക്കും അഭികാമ്യവുമല്ലെങ്കിലും അവ മനുഷ്യന്റെ സഹിഷ്ണുതയുടെയും പരിമിതികളെയും കുറിച്ച് വിശ്രമത്തിനും ഉൽപാദനക്ഷമയ്ക്കുമുള്ള വ്യത്യസ്ത സമീപനങ്ങളുടെ സാധ്യതകളെ കുറിച്ചും കൗതുകകരമായ ചോദ്യങ്ങൾ തുറക്കുന്നു. ഇത് ആരോഗ്യകരമാണോ? അമേരിക്കൻ ജെറിയാട്രിക്സ് സൊസൈറ്റിയുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നവരെക്കാൾ 2 വയസ്സിന് താഴെയുള്ളവരും ഉറങ്ങുന്നവരും മാനസികമായി 2 വയസ്സിൽ കൂടുതലാണെന്ന് കണ്ടെത്തി. ശുപാർശ ചെയ്യുന്നതിലും കുറവ് ഉറങ്ങുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. വ്യക്തിഗത ഉറക്കത്തിന്റെയും ആവശ്യകതയുടെയും വ്യത്യസ്തമാണെങ്കിലും ഒപ്റ്റിക്കൽ പ്രവർത്തനങ്ങൾക്കായി മിക്ക മുതിർന്നവർക്കും രാത്രിയിൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. സ്ഥിരമായി ഈ തുകയിൽ കുറവ് ലഭിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ശാരീരികമായി ഉറക്കക്കുറവ് രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു. ഇത് അണുബാധയ്ക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാകുന്നു. ഉറക്കക്കുറവ് വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെയും തടസ്സപ്പെടുത്തുന്നതിൽ ഇത് ശരീരഭാരം വർദ്ധിക്കാനും സഹായിക്കുന്നു. അപര്യാപ്തമായ ഉറക്കം ഹൃദ്രോഗം, രക്താതിമർദ്ദം, പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത അവസ്ഥകൾക്കും അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപര്യാപ്തമായ ഉറക്കം പൊണ്ണത്തടി, ഹൃദ്രോഗം, പ്രമേഹം, ദുർബലമായ രോഗപ്രതിരോധ ശേഷി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വൈജ്ഞാനിക പ്രവർത്തനം, ഓർമ്മശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയെ ബാധിക്കുന്നു. കൂടാതെ ഉറക്കക്കുറവ് ഉൽപാദനക്ഷമതയുടെയും മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തെയും ബാധിക്കുന്നു. വേണ്ടത്ര ഉറക്കം ലഭിക്കാത്ത ആളുകൾക്ക് ജോലി സ്ഥലത്തോ സ്കൂളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.